ഷാനവാസ്, ആദില, നൂറ ഇവർ 3 പേരും ഒന്നിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് വീട്ടുകാരൊക്കെ അന്തം വിട്ട് നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നെവിൻ ക്വിറ്റ് ചെയ്യുമോ? എന്താണ് സംഭവം പറയാം. പ്ലേറ്റ് എല്ലാം തിരിച്ച് ഇപ്പോൾ ഷാനവാസ് പറഞ്ഞിരിക്കുകയാണ്, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് നീയാണെന്ന്. എന്താണ് സംഭവം പറയാം. ആസിഫ് അലിയും അപർണയും അർജുനും ജിത്തു ജോസഫൊക്കെ ബിഗ് ബോസ് വീട്ടിൽ വരാൻ പോവുകയാണ്. ഈ ആഴ്ച നോമിനേഷനിൽ ആരൊക്കെയായിരിക്കും വരാൻ പോകുന്നത് എല്ലാം പറയാം. നമുക്ക് അധികം വൈകിപ്പിക്കാതെ തുടങ്ങാം. ഡേ 50 രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജ് മറക്കാതെ ഫോളോ ചെയ്യണം. വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ 6-7 മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ അനീഷാണ് ആദ്യം എഴുന്നേറ്റ് വരുന്നത്. എന്നിട്ട് മൂപ്പര് ആദ്യം തന്നെ ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നത്. അവിടെ പോയിരുന്ന് ഒറ്റയ്ക്ക് പോയിരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഡേ 1 മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്ന പോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിനോട് പറയുന്നത് പോലെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പോയിരുന്ന് സംസാരിച്ചതിൽ നമ്മുടെ അനീഷിന് കുറേ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കളിക്കാനായിരിക്കും അനീഷിൻ്റെ പ്ലാന്. അതിനുശേഷം നമ്മുടെ രാവിലെ 8 മണിക്ക് തന്നെ മോർണിംഗ് സോങ് വരുന്നു. മോർണിംഗ് സോങ് കേൾക്കുമ്പോഴാണ് എല്ലാവരും എഴുന്നേറ്റ് തുടങ്ങുന്നത്. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് റബ്ബ് 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 മേറ റബ്ബ് ആ പാട്ടാണ്, മല്ലു സിംഗിന് ആ പാട്ടാണ് പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ നെവിൻ ഭയങ്കര ഡൗൺ ആയിട്ടാണ് നമ്മൾ നെവിനെ കാണുന്നത്. അപ്പോൾ നെവിൻ പറയുന്നു, നമ്മുടെ ആര്യനോട് പോയി പറയുന്നുണ്ട്, ആര്യ നീ എന്നെ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യണം കേട്ടോ, നീ എന്നെ നോമിനേറ്റ് ചെയ്യും എന്ന് പറയുന്നു. അതിനുശേഷം എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയുണ്ട് അവിടെ? നമ്മുടെ അനീഷ് ഉണ്ട്, ഷാനവാസ് ഉണ്ട്, അക്ബർ ഉണ്ട്, ബിന്നി ഉണ്ട്, ആര്യനുണ്ട്. ഇവരൊക്കെ കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, ഞാൻ കള്ളം പറയാറേ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ആര്യം പറയുന്നുണ്ട്, കള്ളം പറഞ്ഞില്ലേ അന്ന് ഇവിടെ കയറി വന്നിട്ട് 3-ൻ്റെ അന്ന് അവിടെ പോയിരുന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ അറിഞ്ഞില്ല, ഞാൻ കണ്ടതേ ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ് ആര്യൻ. അപ്പോൾ അനീഷ് പറയുന്നു, ഇല്ലില്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അക്ബർ പറഞ്ഞു, കള്ളത്തരമാണ് നിങ്ങൾ പറയുന്നത്, മൊത്തം കള്ളത്തരം. അപ്പോൾ അനീഷ് ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, അതെ ഓർമ്മയില്ല എന്നാണ് അനീഷ് പറഞ്ഞതെന്ന് നമ്മുടെ ഷാനവാസ് നമ്മുടെ അക്ബറിനോട് പറയുന്നു. വേറെ ഒന്നും അല്ല പറഞ്ഞത് കേട്ടോ അക്ബറെ എന്ന് പറയുന്നു. അപ്പോൾ അക്ബർ പറയുന്നു, നിങ്ങളിപ്പോൾ എന്തായാലും അയാളുടെ കൂടെ അല്ലേ നിൽക്കത്തുള്ളൂ, ഇങ്ങനെ നുണ പറഞ്ഞ് ജീവിക്കാതെ നിങ്ങൾക്ക് ഇതില്ലേ മിസ്റ്റർ എന്ന് പറയുന്നു. അപ്പോൾ അനീഷ്, ഞാൻ നുണ പറഞ്ഞിട്ടില്ല, എനിക്ക് കള്ള പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ്, അനീഷ് വിട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും അവർ കേൾക്കത്തില്ല, അവർക്കൊന്നും വക വയ്ക്കത്തില്ല, നീ അത് സമ്മതിച്ചു കൊടുക്കെന്ന് പറയുന്നു. അപ്പം അക്ബർ, നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണല്ലോ, നമ്മൾ കണ്ട് നിങ്ങൾ പറയുന്ന സത്യമൊക്കെ. അപ്പോൾ ഷാനവാസ്, എന്ത് വീക്കെൻഡിൽ ചർച്ച ചെയ്യോ? ഇല്ലല്ലോ, എന്തൊക്കെയോ ബോംബ് പൊട്ടിക്കാൻ വേണ്ടി കാത്തിരുന്നതല്ലേ, എന്നിട്ട് പലതും ഉണ്ടായോ? ഒന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ ഫുഡൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ എല്ലാവരും കൂടി വീടിനകത്ത് ചർച്ച ചെയ്യണം. അതായത് നെവിൻ ഷാനവാസ് വിഷയം ചർച്ച ഇങ്ങനെ ഈ വീട് മൊത്തം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ അവർ പറയുകയാണ്, എല്ലാവരും കൂടി ചർച്ച ചെയ്യുമ്പോൾ പറയുകയാണ്, ആദില കുത്തിപ്പൊക്കിയിട്ട് ഇപ്പോൾ ആദിലയും നൂറയും ഇപ്പോൾ ഷാനവാസിൻ്റെ ഒപ്പമായി. അപ്പോൾ നെവിൻ വന്ന് പറയുന്നുണ്ട്, ഇവിടെ ആദില നൂറയുമാണ് ഒട്ടും ശരിയല്ലാത്തത്, അവർ ഇപ്പോൾ ഏത് നിലപാട് എടുക്കുന്നത് പോലും അറിയാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് ചാടും അങ്ങോട്ട് മറിയും, അങ്ങനെയാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഇതേ സമയം നമ്മുടെ ബിന്നി ജിഷിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വീടിനകത്ത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ പറയുന്നത് പോലെ അന്ന് ആദില എല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ആദില ഇടയ്ക്ക് വെച്ച് മാറി, ഇപ്പോൾ ഷാനവാസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എന്തായാലും കൊള്ളാം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും പോലും അറിയുന്നില്ല എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ബിന്നി പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇപ്പോൾ ലൈവിനകത്ത് 12 മണി വരെ ലൈവിനകത്ത് നടന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആസിഫ്, അതുപോലെ തന്നെ അപർണ ബാലമുരളി, ജിത്തു ജോസഫ്, അർജുനൊക്കെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരും. കുറച്ച് കഴിയുമ്പോൾ വരും, ലൈവിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ നോമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും.
കുറച്ച് പേരുടെ പേരൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നോമിനേഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ വീഡിയോ ആയിട്ട് ചെയ്യത്തുള്ളൂ. കുറച്ച് പേരുണ്ട്, ഒരു 10-15ഓളം പേരുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് നോക്കാം ആരൊക്കെ ആയിരിക്കും വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.